الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله يأمر بالعدل والإحسان وإيتاء ذي القربى والفحشاء والمنكر والبغي يعظكم لعلكم تذكرون. ബഹുമാനികളായ സത്യവിശ്വാസികളെ വിശ്വാസികൾ, സർവശക്തനായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലെമ്പാടും പാലിക്കുവാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. കാരുണ്യവാനായ പടച്ചറപ്പ് ഇരു ലോക വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് പടച്ചറപ്പ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം ഒരു വെള്ളിയാഴ്ച കൂടി സമാഗതമാകുന്നു. മറ്റ് ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ സ്വാതന്ത്ര്യ ദിന ആഘോഷ പരിപാടികളൊക്കെ നടന്ന് കൊണ്ടിരിക്കുന്നു. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ രാജ്യത്തിൻ്റെ മഹിമയും പ്രാധാന്യവും ഭാവിയിലേക്കുള്ള ചുവടുവെപ്പും ഒക്കെ നമ്മളോട് പറയുന്നു. 78 കൊല്ലങ്ങൾക്കപ്പുറത്ത് നാട് അതിൻ്റെ ഒരു രൂപം പ്രാപിച്ചതിൻ്റെ സന്തോഷവും ആഹ്ലാദവും നമ്മൾ അനുഭവിക്കുന്നു. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹം എപ്പോഴും ഇസ്ലാം കാക്ഷിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് മനുഷ്യന് നിർഭയത്വം ഉണ്ടാകുന്നത്, സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകുന്നത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയാസം നിറഞ്ഞ മക്ക കാലഘട്ടത്തിൽ ഇറങ്ങിയ ഒരായത്തുണ്ട്. അതിൽ പറയുന്നത് വഹാദൽ ബലദിൽ അമീൻ എന്നാണ്. ഈ നിർഭയത്വമുള്ള ഈ നാട് തന്നെ സത്യം എന്നൊരു വാക്കുണ്ട് ഖുർആനിൽ. അന്ന് ക്ലേശത്തിൻ്റെ കാലമാണ്, അന്ന് വിഷമത്തിൻ്റെ കാലമാണ്, അന്ന് കണ്ണീരിൻ്റെ കാലമാണ്, അന്ന് ഒട്ടകത്തിൻ്റെ കുടൽമാല കഴുത്തിൽ കൊണ്ടുവന്ന് ചാർത്തുന്ന കാലമാണ്, അന്ന് ആളുകൾ പരിഹസിക്കുന്ന കാലമാണ്, അന്ന് കൂക്കി വിളിക്കുന്ന കാലമാണ്. ശഅബ് അബീ ത്വാലിബിൽ 3 കൊല്ലത്തോളം പട്ടിണി കിടന്ന കാലമാണ്. പ്രയാസങ്ങളൊക്കെ ഉള്ള കാലമാണ്. ആ കാലത്ത് മക്കയിൽ അവതരിച്ച ഒരായത്താണ് വത്തീൻ വസ്സൈതൂൻ വതൂരി സീനീൻ വഹാദൽ ബലദിൽ അമീൻ. കുറേ സത്യം ചെയ്തിട്ട് അല്ലാഹു പറയും ഈ നാട് തന്നെ സത്യം. നാടിൻ്റെ പ്രത്യേകത എന്താ? ഇത് നിർഭയത്വമുള്ള നാടാണ്. പക്ഷെ അത് കാലം കാത്തുവെച്ചൊരനുഗ്രഹമായിരുന്നു.
എത്രയോ കാലങ്ങൾക്ക് ശേഷം ഹിജറയുടെ 8ാമത്തെ കൊല്ലമാണ് മക്ക അങ്ങോട്ട് എത്തുന്നത്. ക്ലേശത്തിന്റെ കാലത്ത് പ്രതീക്ഷയുടെ, സാന്ത്വനത്തിന്റെ, നാളത്തെ ഭാവിയുടെ നല്ല നിറത്തിന്റെ വർത്തമാനം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടായിരുന്നു. പറഞ്ഞു വന്നത് മനുഷ്യനെപ്പോഴും കൊതിക്കുന്നത് ഈ സ്വസ്ഥതയും സമാധാനവുമാണ്. നാട്ടിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നു. പൗരത്വം എന്ന് പറയുന്നൊരു വിഷയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കുന്നു. ഉത്തരേന്ത്യയിലെ ചില ഗ്രാമങ്ങളിൽ നിന്ന് ആളുകളെ കൂട്ടത്തോടുകൂടി നിഷ്കാസനം ചെയ്യുന്നു. അവരുടെ മേൽവിലാസമില്ലാതെ പോകുന്നു. എന്തിനും ഏതിനുമുള്ള ആധാർ പോലും രേഖയല്ല എന്ന് അവരോട് ഉത്തരവാദിത്തപ്പെട്ടവർ പറയുന്നു. പ്രയാസവും ദുഃഖവും നിറയുന്ന സാഹചര്യം. ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ അവകാശമായ വോട്ടവകാശം കൂട്ടത്തോടെ വെട്ടിമാറ്റപ്പെടുന്നു. രാജ്യത്ത് ചില സംസ്ഥാനങ്ങളിൽ ഏക സിവിൽ കോഡിന്റെ നിയമം വന്നു കഴിയുന്നു. ആൾക്കൂട്ട കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നു. ജനങ്ങളെല്ലാം തടിച്ചുകൂടിയിട്ട് ഒരു പാവം മനുഷ്യനെ തല്ലിക്കൊല്ലുന്ന, എന്നിട്ട് അത് വീഡിയോയിൽ പകർത്തുന്ന, എന്നിട്ടത് എല്ലായിടത്തേക്കും വിതരണം ചെയ്യുന്ന, ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ അവസ്ഥ എന്ന് ബോധ്യപ്പെടുത്തുന്ന ക്ലേശവും പ്രയാസകരവുമായ സാഹചര്യങ്ങൾ നമ്മൾ കാണുന്നു. സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട എത്രയോ മനുഷ്യന്മാർ. അവിടെ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഇന്നും ഇന്നലെയുമുള്ള ഒരു പ്രവണതയല്ല. ഇത് ലോകത്തിൻ്റെയും കാലത്തിൻ്റെയും ചരിത്രമാണ്. നബിമാരുടെ ആഗമനമൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ കാണുന്നു. ഒസയിൽ നിന്ന് പറന്ന നാട്ടിൽ അന്യരായിട്ട് അവർ ജീവിക്കാൻ വിധിക്കപ്പെടുന്നു. ഒരു നേരത്തെ അന്നത്തിന് വരി നിൽക്കുമ്പോ തലക്ക് മുകളിൽ ബോംബ് വന്നിട്ട് എത്രയോ പാവങ്ങൾ മരണപ്പെടുന്നു. ജീവിതം തുടങ്ങിയിട്ടില്ലാത്ത മക്കളുണ്ടാക്കൂട്ടത്തിൽ. കണക്ക് വരുന്നത് ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ, 1 വയസ്സ് തികയുന്നതിന് മുമ്പുള്ള കുഞ്ഞുങ്ങൾ മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ഉമ്മയുടെ പാല് മാത്രം കുടിക്കേണ്ട കാലം. സ്നേഹം, സുരക്ഷിതത്വം അത് പൂർണ്ണമായും അനുഭവിക്കേണ്ട കാലം. ഭയാനതകളും പ്രയാസങ്ങളും നിറയുന്ന ഒരു ജനതയെ നമ്മൾ കാണുന്നു. അള്ളാഹു ആ ജനതക്ക് മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വായിച്ച് നമ്മൾ തള്ളുന്നു. വാർത്തകളല്ലാതെ പോകുന്നു. ആർക്കൊരു വിഷയമല്ലാതെ പോകുന്നു. മനുഷ്യരാണെന്ന് പോലും അവരെ മറന്നു പോകുന്നു. അങ്ങനത്തെ സാഹചര്യങ്ങളും പ്രയാസങ്ങളും. അവിടെയാണ് ഈ അധികാരം എന്ന് പറയുന്ന ഒരു സംഗതി അഹങ്കാരമായി മാറുന്നതിന്റെ പ്രയാസങ്ങൾ ചരിത്രത്തിലുടനീളം നമ്മൾ വായിച്ചെടുക്കുന്നു. മൂസാ കലീമുല്ലാഹി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകൻ, ജനിച്ച നാട്ടിൽ തൻ്റെ പ്രിയപ്പെട്ട ഇസ്രായേലി മക്കളെ ക്രൂരമായി കൊല ചെയ്യപ്പെടുന്ന കാലം. പക്ഷെ അള്ളാഹ് ആ കാലത്ത് തന്നെ മൂസാ നബിയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. അത് അള്ളാഹിന്റെ വലിയ ഒരു അനുഗ്രഹമാണ്, ദൃഷ്ടാന്തവുമാണ്. ഖിയാമം വരെയുള്ള ആളുകൾക്ക് ഇസ്രായേലി മക്കളെ തെരഞ്ഞു പിടിച്ച് കൊല്ലുന്ന കാലം. ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ഒരു ഇസ്രായേലി വനിത പ്രസവിച്ചു എന്നറിഞ്ഞാൽ ആൺകുട്ടിയാണോ എങ്കിൽ കൊന്നുകളയും. ഖുർആൻ അതിനെ കുറിച്ച് പറഞ്ഞു, യസൂമൂനക്കും സൂഅൽ അദാബ് യുദബ്ബിഹൂന അബ്നാഅക്കും, അവര് നിങ്ങളുടെ ആൺമക്കളെ കൊന്നുകളയുന്നു. വയസ്തഹ്യൂന നിസാഅക്കും, നിങ്ങളുടെ പെൺമക്കളെ ജീവിക്കാൻ അനുവദിക്കുന്നു. വഫീ ദാലികും ബലാഉം മിർ റബ്ബികും അളീം, ഇതിൽ നിങ്ങൾക്ക് വലിയ പരീക്ഷണമുണ്ട്. ഖുർആൻ പറയുന്നുണ്ട്. പറഞ്ഞു വന്ന അങ്ങനത്തെ പ്രയാസങ്ങൾ ഫറോവാന്റെ മന്ത്രിയായ ഹാമാന്റെ, അന്നത്തെ വലിയ ധനികനായ ഖാറൂന്റെ ആ മുക്കൂട്ട് മുന്നണി ദശകങ്ങളോളം രാജ്യത്തെ പാവങ്ങളെ ക്രൂരമായി കൊല ചെയ്തത്. പക്ഷെ അതിനൊക്കെ അറുതിയുണ്ടായി. അധികാരത്തിന്റെ സോപാനങ്ങളിലേക്ക് ഇസ്രായേലി മക്കൾ കയറി വന്നു. വനുരീദു അൻ നമുന്ന അലല്ലദീന ഇസ്തദ്അഫു ഫിൽ അർദ്, ഭൂമിയിലെ പീഡിതരുടെ കയ്യിൽ നാം അധികാരം വെച്ചു കൊടുത്തു. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു വന്നത് അങ്ങനത്തെ ഒരുപാട് സംഗതികൾ, ഒരുപാട് പ്രയാസങ്ങൾ. ഇന്നലകളുടെ ചരിത്രത്തെ ഇന്ന് വെട്ടിമാറ്റപ്പെടുന്ന ദുഃഖകരമായ സാഹചര്യങ്ങൾ. സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു അബുൽ കലാം ആസാദിന്റെ പേരില്ലാത്ത പുതിയ പാഠപുസ്തകങ്ങൾ ഇറങ്ങുന്ന പുതിയ കാലം. മക്കയിൽ ജനിച്ച്, അതും പരിശുദ്ധ മക്കയിൽ ജനിച്ച്
ഈ നാട്ടിൽ വന്ന് പാർത്തിട്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട ആളായി മാറിയ, പരിശുദ്ധ ഖുർആൻ ഉറുദു ഭാഷയിൽ തഫ്സീർ അടക്കം എഴുതിയ തർജുമാനുൽ ഖുർആൻ എന്ന ഗ്രന്ഥത്തിന്റെ മുസന്നിഫ് കൂടിയായ മനുഷ്യൻ വലിയ പാഠവും ചരിത്രവും നമുക്ക് പകർന്നു നൽകുന്നു. പറഞ്ഞു വന്നത്, ഈ മനുഷ്യൻ കൊതിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് അവന്റെ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലവും വിഭിന്നമല്ല. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ചെയ്ത ഒരു ദുആ ഖുർആൻ പറയുന്നു, വഇദ് ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിനാ, ഈ നാട് സമാധാനമുള്ളതാക്കണം റബ്ബേ എന്നാണ്. നേരത്തെ ഹാദൽ ബലദിൽ അമീൻ പറഞ്ഞ പോലെ ഖുറൈശികളെ പറ്റി പറഞ്ഞിട്ട് ഖുർആൻ പറയുന്നൊരു വാക്കും അത് തന്നെയാണ്. വിശപ്പിൽ നിന്ന് നാം അവർക്ക് അന്നം കൊടുത്തു, ഭയത്തിൽ നിന്നും നാം അവർക്ക് നിർഭയത്വം കൊടുത്തു. അതില്ലെങ്കിൽ പിന്നെ മനുഷ്യന് പിടിച്ചെടുക്കാൻ കഴിയില്ല. സ്വസ്ഥത ഉണ്ടെങ്കിലേ മനുഷ്യന്റെ പുരോഗതി ഉണ്ടാവുള്ളൂ. കച്ചവടം, ബിസിനസ്, വിദ്യാഭ്യാസം, തലമുറകൾ, അതല്ലെങ്കിൽ പിന്നെ ഓർമ്മകളും ചരിത്രങ്ങളും കബന്ധങ്ങളും രക്തങ്ങളും മാത്രമായിട്ട് മാറും. ഖുർആൻ അതൊക്കെ ഇങ്ങനെ സൂചിപ്പിക്കുക. പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക ജീവിതം, ഒരുപാട് പ്രയാസങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട്. അതിനിടയിൽ പ്രിയപ്പെട്ടവരുടെ മരണം, ഖദീജ എന്ന സ്നേഹഭാജനത്തിന്റെ വിടവ്. അങ്ങനെ ഒരു വിടവ് പ്രവാചകന്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതവും താങ്ങാനാവാത്തതുമായിരുന്നു. അവിടുത്തെ ദുഃഖം പോലെ വേറെ ഒരു ദുഃഖം. അന്നാ പറയുന്നൊരു വാക്കുണ്ട്, അത് വല്ലാത്തൊരു വാക്കാണ്. അയ്യുമാ ഇംറത്തിൻ മാത്തത്ത്, ഒരു പെണ്ണ് മരിച്ചുപോയി. വഹിയ റാദിൻ അൻ സൗജിഹാ, അവളുടെ ഭർത്താവിന് അവളോട് തൃപ്തിയാണ്. അത് പറയുമ്പോ സ്വന്തം കരള് പടയുന്നുണ്ട് ഈ നബിയുടെ. അവിടെ മുഴുവൻ ഖദീജ കടന്നു വരിക. ദഖലത്തിൽ ജന്ന, ആ ഒറ്റ കാര്യം മതി, അവൾ സ്വർഗത്തിലാണ്. മരണപ്പെടുന്ന നേരത്ത് ഭർത്താവിന്റെ തൃപ്തിയോടെ ഒരു പെണ്ണ് മരണപ്പെട്ടാൽ, കുടുംബ സംസ്കാരത്തിന്റെ ഒരു വലിയ തലം കൂടി അവിടെ പരിചയപ്പെടുത്തുക. പരസ്പരം ഇഷ്ടമുണ്ടാകണം, സഹിക്കണം, പൊറുക്കണം, ക്ഷമിക്കണം, മക്കൾക്ക് മാതൃകയാകണം, നല്ല വാക്ക് പറയണം. അങ്ങനൊക്കെ ജീവിതം ക്രമപ്പെടുത്തണം. ഇതിന്റെ അടിയിലൂടെ വായിക്കേണ്ട സംഗതിയാണ് ഞാൻ പറഞ്ഞത്. ഖദീജയുടെ വേർപാട് അത്രമേൽ പ്രയാസം, അബൂതാലിബിന്റെ വേർപാട്, മക്കായിലുണ്ടായ പ്രയാസം. അതിനിടയിൽ എത്രയോ ആളുകൾ പരിശുദ്ധ മദീനയിലേക്ക്, അന്നത്തെ യഥരിബിലേക്ക് അഭയാർത്ഥികളായി പോയ ചരിത്രം. എന്താ കാരണം? ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല, സ്വാതന്ത്ര്യമില്ല. അവർ ആഗ്രഹിക്കുന്നത് വിശ്വസിക്കാൻ പറ്റൂല. അല്ലെങ്കിൽ അടിമകളായിട്ട് അവിടെ കഴിഞ്ഞുകൂടാം. അവര് സന്നദ്ധരായില്ല, അവർ പോയി. എല്ലാം ഇട്ടെറിഞ്ഞിട്ട് അവർ പോയി. ഇരുട്ടിന്റെ മറവിൽ അവർ പോയി. വെളിച്ചത്ത് പോകുമ്പോൾ പിടികൂടും. എന്നിട്ടും ചില ധീരന്മാർ വെളിച്ചത്തിൽ യാത്ര പോയി. പിടികൂടാനുള്ളവർ വരട്ടെ എന്ന് പറഞ്ഞ് പോയി. അങ്ങനെ മദീനയിലെത്ത ഖുർആൻ അതിനെക്കുറിച്ച് പറയുന്നൊരു വല്ലാത്തൊരായത്തുണ്ട് പരിശുദ്ധ ഖുർആൻ. വല്ലദീന തബവ്വഉദ്ദാറ വൽഈമാന മിൻ ഖബ്ലിഹിം, വീട് അവർക്ക് ഒരുക്കിക്കൊടുത്തോ. വീട് ഒരുക്കിക്കൊടുക്കുകയാണ് മദീനക്കാർ. ആർക്കത് സാധിക്കുക? ഏതോ നാട്ടിൽ നിന്ന് വരുന്നവർക്ക് വീട് ഒരുക്കി കൊടുക്കുക, പാർക്കാനിടം കൊടുത്തു. യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം, അവരിലേക്ക് അഭയാർത്ഥികളായി വന്നവരോട് അവർക്ക് ഇഷ്ടമായി. വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതം മിമ്മാ ഊതൂ, അവർക്ക് നൽകപ്പെട്ടതിനോട് അവരുടെ ഹൃദയത്തിൽ ഒരു താല്പര്യവും തോന്നാതെ അതവർക്ക് നൽകേണ്ടതാണെന്നുള്ള ബോധത്തോടെ വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസ്വാസ, സ്വന്തത്തിന് താല്പര്യമുണ്ടായിട്ടും അവർ മറ്റുള്ളവർക്ക് വേണ്ടി അത് കൊടുത്തു. വമൻ യൂഖ ശുഹ നഫ്സിഹി, അതുകൊണ്ട് അവര് ആരാണോ പിശുക്കിൽ നിന്ന് രക്ഷപ്പെട്ടത്, പിശുക്കുള്ളവനത് പറ്റൂല, അങ്ങനത്തെ വൻ ഫൗലൈക ഹുമുൽ മുഫ്ലിഹൂൻ,
അവർ വിജയികളുടെ കൂട്ടത്തിലാണ്. ഖുർആൻ പറയുന്നുണ്ട്. പറഞ്ഞു വന്നത് അങ്ങനെ എത്രയോ പ്രയാസങ്ങളും എത്രയോ വിഷമങ്ങളും എത്രയോ കണ്ണുനീരുകളും അവിടെ ജീവിതത്തിൻ്റെ ക്രമപ്പെടുത്തൽ, അള്ളാഹുവോടുള്ള പ്രാർത്ഥനയുടെ പൊരുൾ, വിശുദ്ധമായ ജീവിതം, കൃത്യമായ പടച്ച തമ്പുരാനോടുള്ള കടപ്പാട് വീട്ടിയ ജീവിതം, ഇതൊക്കെയാണ് ചേർത്ത് പറയാം. അതുകൊണ്ടാണ് അള്ളാഹു ഉപദേശിച്ചൊരു വർത്താനുണ്ട്, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ വൽ ഇഹ്സാൻ, നീതി ചെയ്യണം എന്ന് നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഒരേ നിയമം, അതാണ് നീതി എന്ന് പറഞ്ഞാൽ മതവിശ്വാസം വ്യത്യസ്തമാണെങ്കിൽ അതിനനുസൃതമായിട്ട് ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ വൽ ഇഹ്സാൻ. എൻ്റെ വ്യാഖ്യാനത്തിൽ കാണാം, സ്വന്തം മകളായ ഫാത്തിമയെക്കുറിച്ചൊരു ഉപമ പറഞ്ഞത്, മഖ്സൂമിയ ഗോത്രത്തിലെ ഒരു പെണ്ണ് മോഷണം നടത്തിയപ്പോൾ, വലിയ ഗോത്രാണ്, വലിയ കാര്യപ്പെട്ട ആളുകളാണ്, കൈവെട്ടണ നിയമമുള്ള മദീനയുടെ കാലം. അപ്പോ അവളെ കൈവെട്ടാൻ വേണ്ടി കൊണ്ടുവരുമ്പോ അതിൻ്റെ മുമ്പേ നബിയോട് ശുപാർശ പറയാൻ ആളുകൾ വന്നു. ആരാണ് നബിയോട് ശുപാർശ പറയുക? ഉസാമത്ത് ബിൻ സൈദിനല്ലാതെ മറ്റാർക്ക് കഴിയും? വഹുവ ഹിബ്ബു റസൂലില്ലാഹ്, അദ്ദേഹം റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ടവനാണ്. അങ്ങനെ എല്ലാവരും ഉസാമയോട് പറഞ്ഞു. അങ്ങനെ ഉസാമ ചെന്ന് നബിയോട് പറയാണ്, ആ കുട്ടിയെ വെറുതെ വിടണം പ്രവാചകരെ, അബദ്ധം പറ്റിയതാണ്, അവരുടെ കൈവെട്ടരുത്. പെട്ടെന്ന് മുഖം ചുവന്നു. എന്നിട്ടൊരു വാക്ക് പറഞ്ഞു, ലൗ അന്ന ഫാത്തിമ ബിന്ത മുഹമ്മദ് സരിഖത്ത് ലഖതഅ മുഹമ്മദുൻ യദഹാ, മുഹമ്മദിന്റെ മകൾ ഫാത്തിമ കെട്ടാലും കൈവെട്ടും എന്നാണ്. അവിടെയാണ് നീതി, അദിൽ. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദിൽ, നന്മ, കുടുംബക്കാർക്ക് നല്ലത് കൊടുക്കുക. വശാഇ വൽ മുൻകർ, തിന്മകളിൽ നിന്നും ബഗി, അതിക്രമങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുക. യഅ്ളുക്കും ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾ കാര്യങ്ങൾ ഉറ്റാലോചിക്കുവാൻ വേണ്ടി ഇതൊക്കെ അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുകയാണ്. നഹ്ൽ സൂറത്തിലെ 90-ാമത്തെ ആയത്താണ് ഓതി വെച്ചിട്ടുള്ളത്. അതിൽ പറയുന്നതൊക്കെ ഈ മനുഷ്യന്റെ ഈ സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ട വല്ലാത്തൊരു തലമുണ്ട്, വിശ്വാസ സ്വാതന്ത്ര്യം. ഫറോവ മനുഷ്യന്റെ ചിന്തയിൽ കുടിയിരുത്തിയിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, ആമൻതും ഖബല അൻ ആദന ലക്കും, ഞാൻ നിങ്ങൾക്ക് സമ്മതം തരുന്നതിന് മുമ്പ് നിങ്ങൾ വിശ്വസിച്ചോ എന്നാണ്. ഫറോവ കൊണ്ടുവന്ന ആഭിചാരകന്മാർ മൂസാ നബി അലൈഹിസ്സലാം അവരെ പരാജയപ്പെടുത്തിയപ്പോ ആ ജനത ഒന്നാകെ ആഭിചാരകന്മാരൊക്കെ ആമൻതു ബി റബ്ബി മൂസാ വ ഹാറൂൻ, മൂസയിലെയും ഹാറൂന്റെയും റബ്ബിൽ വിശ്വസിച്ചു. സുജ്ജദൻ, അവർ സുജൂദിൽ വീണു ഒന്നാകിയാണ്. ഞെട്ടിപ്പോയി ഫറോവ. അപ്പൊ ഫറോവ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാനാ നിങ്ങളവിടെ കൊടുക്കുന്നത്, എന്നിട്ട് ആമൻതും ഖബല അൻ ആദന ലക്കും, എൻ്റെ ഒരു സമ്മതമല്ലാതെ നിങ്ങൾ വിശ്വസിക്കുകയോ എന്നൊരു ചോദ്യമുണ്ട്. ഇന്നിപ്പോൾ അങ്ങോട്ട് കാര്യങ്ങൾ നീങ്ങുകയാണ്, ഭയാനകമായ സ്ഥിതിവിശേഷങ്ങൾ. അവിടെയാണ് ദീന് നമ്മൾ പുൽകുന്നത്, അതിൻ്റെ ത്യാഗം നമ്മൾ ഓർക്കുന്നത്. പരിശുദ്ധ ദീനിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? വിമർശകന്മാർ പറയാറുണ്ട്, ഈ ഇസ്ലാം അടിമകൾ ഉണ്ടാക്കിയ ഇസ്ലാം ഉണ്ടാക്കിയതല്ല, അത് അറബിയൻ സംസ്കാരമായിരുന്നു. പക്ഷെ ഇസ്ലാം അത് തുടച്ചു നീക്കുക ചെയ്തത്. ഖിലാഫത്ത് റാഷിദയുടെ കാലം അവസാനിക്കുമ്പോഴേ തന്നെ അടിമകളില്ലാതെ ആകുന്നുണ്ട്. ചരിത്രം ആ രീതിയിൽ വായിച്ചു പഠിക്കണം. എന്താ കാരണം? അമലുകളിൽ എന്ത് പോരായ്മ വന്നാലും അതിലൊന്നാമത്തത് അടിമമോചനമാണ്. നിങ്ങളൊരടിമയെ മോചിപ്പിക്കുക. നോമ്പിന് തകരാറ് വരുമ്പോ, ഹജ്ജിന് തകരാറ് വരുമ്പോ, സത്യത്തിന്റെ തകരാറ് വരുമ്പോ, നമ്മളുടെ അമലുകളിൽ എന്ത് പാളിച്ച വന്നാലും അതിലാദ്യം പറയും ഫക്കുറഖബ, പറ്റുകയാണെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കാനാണ്. അത്ര വലിയ പുണ്യാണ് സ്വാതന്ത്ര്യം ഒരടിമക്ക് കൊടുക്കുക. അങ്ങനെയല്ലാതെ അറബിയൻ കൾച്ചറിനത് നീക്കാൻ കഴിയില്ല. ഏതുപോലെ പരിശുദ്ധ ഖുർആൻ മദ്യം നിരോധിച്ചതുപോലെ ഒറ്റയടിക്ക് നിങ്ങൾ മദ്യം കുടിക്കരുത് എന്ന് പറഞ്ഞാൽ അവിടെ അത് നടക്കൂല. ഘട്ടം ഘട്ടമായിട്ട് 3 ഘട്ടമായിട്ട് മദ്യനിരോധനം സമ്പൂർണമായിട്ട് നടപ്പിലാക്കി ഒരു ജനതയെ സംസ്കാരത്തിന്റെ ഉത്തുംഗ സോപാനത്തിലെത്തി ഖിയാമം വരെ അവരെ മാതൃകയാക്കി കാണിക്കാൻ
മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഉഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു. അല്ലാഹു അവരെ ഇഷ്ടപ്പെട്ടു, അവർ അല്ലാഹുവിനെയും ഇഷ്ടപ്പെട്ടു. ആ തരത്തിലേക്കാണ് മാറുക. ബിലാൽ ബിൻ റബാഹ, ഇതിന് നാമം നമ്മളിപ്പോൾ കേൾക്കുന്നു. ആദ്യത്തെ മുഅദ്ദിനാണ്. ഉമയ്യത്തിന്റെ അടിമ, ചാട്ടവാറടിയേറ്റ് പടയുന്ന മനുഷ്യൻ, എപ്പോഴും മണലാരണ്യത്തിൽ മലർത്തിക്കടത്തിയിട്ട് പാറക്കല്ല് നെഞ്ചത്ത് വെച്ചിട്ട് കഷ്ടപ്പെടുത്തുന്ന മനുഷ്യൻ. ഉമയ്യത്തിന്റെ ക്രൂരമായ മർദ്ദനം കണ്ടപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 10 ദീനാർ 50 ദീനാർ വരെ പറഞ്ഞു, അത് കൊടുത്തു. അപ്പോ ഉമയ്യത്ത് പറഞ്ഞു, എത്ര പറഞ്ഞാലും നേരാകാത്തവൻ, അതുകൊണ്ട് വലോ 10 ദീനാർ, നീ 10 ദീനാർ തന്നാലും ഞാൻ തരും. അത്ര ഞാൻ ഇയാളെ വെറുത്തു പോയി. കൈ പിടിച്ചിട്ട് നബിയുടെ അടുത്ത് വരുന്നു. അവിടെ പ്രവാചകൻ ആലിംഗനം ചെയ്യുന്നു. അദ്ദേഹത്തിന് മാറ്റം ഉണ്ടാകുകയാണ്. മാറ്റം ചെറുതല്ല. ജീവിതത്തിൽ ആദ്യമായിട്ട് എന്നെ ഒരു മനുഷ്യൻ ആലിംഗനം ചെയ്തതാണ്. എന്നോട് പുഞ്ചിരിച്ചതെൻ്റെ പ്രവാചകൻ. ഒരു വികാരമായി പിന്നെ പ്രവാചകൻ അദ്ദേഹത്തിന്. നീണ്ടുപോകുന്ന കഥയാണ്, ഞാനത് വിശദീകരിക്കല്ല. ബദർ യുദ്ധം നടന്നു, ഹിജറ വന്നു. ആദ്യം ഹിജറ വന്നപ്പോൾ മദീനയിൽ എത്തിയപ്പോഴും ഈ ബിലാലിന്റെ വികാരം മക്കയാണ്. അലാ ലൈത ശഅരി ഹൽ അബീതന്ന ലൈലതൻ ബിവാദിൻ വഹൗലി ഇദ്ഖിറും വജലീലു വഹൽ അരിദന യൗമൻ മിയാമ ജന്നത്തിൻ വഹൽ യബ്ദു വല്ലി ശാമത്തും വതഫീലു. അതൊക്കെ അവിടുത്തെ കുന്നുകളെ പേരാണ് മക്കയിലെ. തഫീല് കുന്ന്, ഷാമ കുന്ന്, അതൊക്കെ എന്ന് കാണാൻ പറ്റും. എന്നാണ് മജന്നയിലെ വെള്ളത്തിൽ ഒന്ന് കുളിക്കാൻ പറ്റുക? എന്നാണ് എൻ്റെ നാട്ടിലേക്കൊന്ന് തിരിച്ചു പോകാൻ പറ്റുക? എന്നാണ് ഇദ്ഖീർ പുല്ലിന്റെ താഴ്വരയിൽ ഒന്ന് എത്താൻ പറ്റുക? എന്നാണ് ഇനി മക്കയിൽ പോയിട്ട് ഒരു രാത്രി എനിക്ക് കഴിച്ചു കൂട്ടാനാവുക? മദീനയിൽ നിന്ന് കരഞ്ഞ് മക്കയുടെ ഭാഗത്തേക്ക് നോക്കി ബിലാൽ റളിയല്ലാഹു അൻഹു പാടിയ പാട്ട്, പരിശുദ്ധ പ്രവാചക വചനങ്ങൾ സമാഹരിച്ച ബുഖാരി അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. അത്ഭുതം തോന്നുന്നുണ്ട്. പക്ഷെ കാലം കടന്നുപോയി. അള്ളാഹു എത്ര ഉന്നതനും മഹാനുമാണെന്നറിയും. ഈ ഉമയ്യത്ത് എത്രയോ മർദ്ദിച്ചിട്ടുണ്ട് ഈ ബിലാലിനെ. പക്ഷെ ബദർ യുദ്ധം നടന്നു. ബദർ യുദ്ധം നടന്നപ്പോ ഉമയ്യത്ത് ബിൻ ഖലഫിന്റെ കഴുത്തിൽ ആഞ്ഞു വെട്ടിയത് ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു ആണ്. കാലത്തിന്റെ പ്രതികാരം. സദ്ബദി ലക്കല്ലയ്യാമു മാ കുൻത ജാഹിലാ, നിനക്കറിയാത്തത് കാലം നിന്നെ അറിയിച്ചു എന്ന് പറയുന്ന ഒരു പൊരുളുണ്ടല്ലോ. വലിയ അത്ഭുതമല്ലേ എന്നത്. അന്തം വിട്ടുപോയി. ആരാണ് ഉമയ്യയെ കൊന്നത്? അത് ബിലാൽ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മോചിപ്പിച്ചു വന്നപ്പോ പ്രവാചകൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഒരു സയ്യിദ് മറ്റൊരു സയ്യിദിനെ മോചിപ്പിച്ചുകൂടാണ്. അബൂബക്കർ സയ്യിദാണ്, നേതാവാണ്. ബിലാലും സയ്യിദാണ്, നേതാവാണ്. ഇതെല്ലാം ഇതിൻ്റെ കൂടെ നമുക്ക് ചേർത്ത് വായിക്കാൻ സാധിക്കണം. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, പരീക്ഷണങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും അവസരങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തി സാധ്യമാകുന്ന തലങ്ങളിൽ നാം നമ്മുടെ മേഖലകൾ കൃത്യമാക്കി തന്ന് പടച്ചറപ്പിന്റെ സഹായം കിട്ടണമെങ്കിൽ നമ്മളെ വിശ്വാസം നന്നാകണം, നമ്മളെ കർമ്മം നന്നാകണം, നമ്മളെ സംസ്കാരം നന്നാകണം, നമ്മളെ സ്വഭാവം നന്നാകണം. ഇന്ന് എല്ലാ വൃത്തികേടിലും പേര് വരുന്നത് മുസ്ലിം പേരുകളാണ്. ലഹരി കേസുകളാകട്ടെ, മറ്റ് അറപ്പും വെറുപ്പും സമൂഹത്തോട് പറയാൻ പറ്റാത്ത സംഗതികളാകട്ടെ, ഇതിനൊക്കെ നാമം വരിക ഒരു ലജ്ജയും ഇല്ലാതെ. അല്ല, ചില ആളുകൾ പ്രതികളെ കൊണ്ടുപോകുമ്പോൾ ചിലരൊക്കെ മുഖത്ത് മുണ്ടിടുന്നതാണ്. മുണ്ടുപോലും ഇടാതെ പുഞ്ചിരിച്ചുകൊണ്ട് പോകുന്ന ഏറ്റവും വലിയ ക്രൂരതയും ഏറ്റവും വലിയ അപകടവുമാണത്. ഒരു ലജ്ജ പോലും ഇല്ലാത്തൊരു കൾച്ചർ. അങ്ങനെയുണ്ടല്ലോ, ഒരു തെറ്റ് ചെയ്തിട്ട് ഒരു ഉള്ളിലൊരു കുറ്റബോധം തോന്നുന്നതെങ്കിൽ അതിലും വലിയ അപകടം എന്താണ്? അതൊക്കെ വന്ന ഒരു കാലമാണ്. അതുകൊണ്ട് കൃത്യവും വ്യക്തവുമായിട്ട് നാം നമ്മുടെ ആദർശം മുറുകെ പിടിച്ച് നമ്മുടെ കർമ്മങ്ങൾ നന്നാക്കി നമുക്ക് വേണ്ടി അള്ളാഹുവും അവൻ്റെ പ്രവാചകനും പറഞ്ഞു തന്ന മാർഗം മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധ്യമാവുക. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ, നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ സമൂഹത്തേക്കെല്ലാം ദീനിൻ്റെ മാർഗരേഖയിൽ അടിയുറച്ച് മുന്നോട്ട് പോകുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.